ഹായ്, ഇന്ന് പൊന്നുൻ്റെ വകയാട്ടോ കുക്കിങ്. ഇതാ ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാ. ഞാനാണ് ഇന്ന് ക്യാമറ പിടിച്ചിരിക്കുന്നത്. ഒന്നിലെ അഭിപ്രായം പറയാനോ അടുത്ത് ചെല്ലാനോ പറ്റില്ല എന്ന് എൻ്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പി കൊണ്ട് കഞ്ഞി വയ്ക്കുമോ ഉപ്പുമാവ് ഉണ്ടാക്കുമോ അതേ ഒറിജിനൽ നൂഡിൽസ് ആവുമോ എന്ന് എനിക്കറിയില്ല. അമ്മ നോക്കിക്കോ എന്നാണ് പറയണത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ വായിലിട്ടു, എന്താണാവോ. വെള്ളം തിളച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാനിത് ചെയ്യുന്ന കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ കാണിച്ചു കൊടുത്ത പോലെ ഒന്നും അല്ല ഇപ്പോൾ ചെയ്യുന്നത്. എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് കഞ്ഞിയാകുമോ ദൈവമേ. എന്തായാലും ഞാൻ എല്ലാവർക്കും ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓടി നടന്ന് ചെയ്തേക്കുന്നതാണ് കേട്ടോ. തിളപ്പിച്ച് കാര്യം നൂഡിൽസിൻ്റെ പാക്കറ്റ് തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ട്. കാരണം അതിനൊരു മക്ക് ചുവയുള്ള കാരണം ഞാനും അത് അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. പക്ഷെ വെളിച്ചെണ്ണയൊക്കെ കോരി അങ്ങോട്ട് അർമാദിക്കുകയാണ്. എന്താവോ എന്തോ. കുളിയൊക്കെ കഴിഞ്ഞ് ഇന്നൊരു അംഗത്തിന് ഇറങ്ങിയേക്കുന്ന ഗമയിലാട്ടോ പൊന്നു. മുത്താണെങ്കിൽ നല്ല ഉറക്കമാണ്. ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ പൊന്നുവിന് ഇന്നൊന്ന് ഞാൻ ശ്രമിച്ച് നോക്കട്ടെ, എല്ലാ ക്രെഡിറ്റും അമ്മ കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. കടുക് ഇട്ടിട്ട് ദേ 1 മൈൽ അകലേക്ക് പോകുന്നുണ്ട്. അമ്മ ഇത് പൊട്ടിക്കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഒന്ന് പതിയെ ഒന്ന് എത്തി നോക്കാൻ പറഞ്ഞു. മസാല പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. തീ കൂട്ടി വെച്ചത് കാരണം ചെറുതായിട്ടൊന്ന് കരിഞ്ഞ പോലൊരു സ്മെല്ല് വന്ന്. ഞാനപ്പോൾ പറഞ്ഞു തീ കുറച്ചിടുക എന്ന് പറഞ്ഞു. ഇത്തിരി വെള്ളം ഒഴിക്കുന്നതിന് 2 ലിറ്റർ വെള്ളവും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തിളപ്പിച്ച് വെച്ച് സാധനം ഇടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്ര പണിയൊന്നും ഇല്ല. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണമല്ലോ. പൊന്നുവിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. പൊന്നുവിന് മാത്രമല്ല, കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡിയായി. നമുക്കതൊന്ന് കഴിച്ച് നോക്കാം. കുഴപ്പമില്ല കേട്ടോ, പ്രതീക്ഷിച്ചത്രയും ചളവായില്ല, എന്നാലും നന്നായിട്ടുണ്ട്. നൂഡിൽസ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കപ്പ ബിരിയാണി കൊണ്ടു തന്നു. അതും കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ